ടൊറന്റോയിൽ മുഖാമുഖം വരാൻ പോകുന്നത് 2 ടീമുകളല്ല, 2 രാജ്യങ്ങളുമല്ല, ശരിക്കും 2 നക്ഷത്രങ്ങളാണ്, അല്ലെങ്കിൽ 2 ഇതിഹാസങ്ങളാണ്. അതുമല്ല 2 കാലങ്ങളോ 2 കാലഘട്ടങ്ങളോ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും, രണ്ടുപേരുടെയും അവസാന ലോകകപ്പാണിത്. ലൂക്ക മോഡ്രിച്ചിനെ നമുക്കറിയാം, ക്രൊയേഷ്യൻ യുദ്ധത്തിൽ സർവ്വതും നശിച്ച ആളാണ്, എല്ലാം നഷ്ടപ്പെട്ട ആളാണ്. മുത്തച്ഛൻ വെടിയേറ്റ് മരിച്ചു വീഴുന്ന ദിവസം അച്ഛനും കുടുംബത്തിനൊപ്പം സദറിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ലൂക്ക മോഡ്രിച്ച്. ലൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഓടുന്ന സമയത്ത് പുറകിൽ നിന്ന് വെടിയൊച്ചകൾ കേൾക്കുകയാണ്, അവരുടെ വീട് തീയിടുന്നത് കാണുകയാണ്. ആ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും മോഡ്രിച്ചിലുണ്ട്. അവിടെ നിന്ന് ആ സദറിലെ ഒരു ഹോട്ടൽ കാർ ഷെഡിൽ താമസിച്ച് അതിന്റെ പോർട്ടിക്കോയിൽ കളിച്ചാണ് ലൂക്ക മോഡ്രിച്ച് വളർന്നത്. ജീവിതാനുഭവത്തിന്റെ ഒരു ശക്തി, ഒരു കരുത്ത്, അതാണ് ലൂക്ക മോഡ്രിച്ചിന്റെ കളിയിലെ സൗന്ദര്യം. ശരിക്കും സമാനമാണ് ക്രിസ്ത്യാനോയുടെ അവസ്ഥയും. വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാണ്, അമ്മ ഗർഭചിത്രം നടത്തണമെന്ന് ചിന്തിച്ച ആളാണ്. പിന്നീട് വളർന്ന് വലുതാവുന്ന സമയത്ത് ഹൃദ്രോഗബാധ വേട്ടയാടി. അതിനുശേഷവും ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു ക്രിസ്ത്യാനോയെ. അച്ഛന്റെ മദ്യപാനം, കുടുംബത്തിന്റെ തകർച്ച, പിന്നീട് അച്ഛന്റെ മരണം, സ്വന്തം മകന്റെ മരണം, അങ്ങനെ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഒരുപാട് താണ്ടിയിട്ടാണ് ക്രിസ്ത്യാനോ വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനോയുടെ കളിയുടെ ഒരു സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ കടന്നു വന്നിട്ടുള്ള കനൽ വഴികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സ്നേഹിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ഇവര് നാളെ കളി നിർത്തുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നാളത്തെ ലോകകപ്പിൽ ഇവരെ കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ, അത് ഫുട്ബോൾ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സങ്കടകരം.